ഇപ്പോൾ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. അത്തരത്തിലൊരു സമര പോരാട്ടമാണ് ആ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഭരണകൂടത്തിനോ ഭരണകൂടത്തിന്റെ പട്ടാളത്തിനോ പോലീസിനോ ലാത്തിക്കോ ടിയർ ഗ്യാസിനോ ബാരിക്കേഡിനോ ഒന്നും അവരുടെ ആത്മവിശ്വാസത്തെ ഒരിഞ്ച് പോലും തകർക്കാൻ പറ്റിയിട്ടില്ല. ഇൻകുലാബിന്റെ ശബ്ദം എന്താണെന്ന് തെളിയിച്ച സമരം. ഞാൻ അവരോടൊപ്പമാണ്, വിദ്യാർത്ഥികളോടൊപ്പം. കാരണം അവർ സമരം ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ്. അവരെ ആക്രമിക്കാൻ നിൽക്കുന്ന പോലീസും പട്ടാളവും ഭരണകൂടവും ഉണ്ടല്ലോ, നിന്റെ ഉൾപ്പെടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ തെരുവിൽ ഈ യുദ്ധം ചെയ്യുന്നത്. രാജ്യത്തിന്റെ പോലീസിനെ ഇറക്കി ഈ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ഫോഴ്സ് എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ റെക്കോർഡുകളിൽ കണക്കുണ്ട്. അതിന്റെ 10 മടങ്ങ് ജനത ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണകൂടത്തിനും ഒരു കൊട്ടാരത്തിനും ഇരിക്കാൻ പറ്റില്ല, ഇറങ്ങി ഓടേണ്ടി വരും. അതാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഈ വിദ്യാർത്ഥി സമരം നടക്കുമ്പോൾ കിട്ടാവുന്ന എസ്കോർട്ട് വാഹനങ്ങളെല്ലാം വിളിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടുത്ത ഗേറ്റ് വഴി പോയി. പിന്നെ ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ തീവ്രവാദികളാണെന്ന് പറയുന്നവർ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയൊന്നും അവിടെ കണ്ടിട്ടേ ഇല്ല. അവരുടെ കൊടി പോയിട്ട് ഒരു പൊടി പോലും അവിടെ എങ്ങും കണ്ടിട്ടില്ല. 2014 ഇതേ കണക്കൊരു തൈ കിളവൻ ജന്തർ മന്ദറിൽ സമരം കിടന്നപ്പോ വേറൊരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഞാൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സമരത്തിന് ഞാൻ പിന്തുണ തരുമായിരുന്നെന്ന്. ആ പറഞ്ഞ വ്യക്തി ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ വിദ്യാർത്ഥികൾ തെരുവിൽ യുദ്ധം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി വേറെ ഗേറ്റ് വഴി കടന്നുപോയി. ഈ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വന്നൊരു ചോദ്യം ചോദിക്കാനോ ഒരു ഉത്തരം പറയാനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. വാതോരാതെ പറയുന്നുണ്ട് 60 ഇഞ്ച് നെഞ്ചിവിരിവും മറ്റത് മറിച്ചതൊക്കെ. എവിടെ ഒന്നും കാണാനില്ല. രാജ്യത്തെ ജനത ഇതേ കണക്ക് ഒറ്റക്കെട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ഭരണകൂടവും ഒളിച്ചോടേണ്ടി വരും.